ഇനി നമുക്ക് പറയാനുള്ളത് H സബ് ഗ്രൂപ്പ് ഓഫ് G ആണ്, ഫൈനൈറ്റ് ഗ്രൂപ്പ് G ആണ്. Then for all AB element of G ആണെങ്കിൽ കാർഡിനാലിറ്റി ഓഫ് കോസെറ്റ് എന്ന് പറയുന്നതും സബ് ഗ്രൂപ്പ് എന്ന് പറയുന്നതും എന്താണ്, സെയിം ആണ് എന്ന് പറയണം. പിന്നെ നമുക്ക് പറയാനുള്ളത്, അത് എഴുതിയത് അതിൽ കാണുന്നില്ല, ഐദർ അതിൽ സ്റ്റേറ്റ്മെന്റ് ഇതാണ്, ഐദർ AH equal to BH or AH intersection BH എന്ന് പറയുന്നത് നൾ സെറ്റ് ആണെന്ന് പറയണം. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യത്തെ A പാർട്ട് പ്രൂവ് ചെയ്യാം. അപ്പൊ A പാർട്ട് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, ഇതാണ് അടുത്ത പേജ്. അപ്പൊ A പാർട്ട് നമുക്ക് പ്രൂവ് ചെയ്യണം. അപ്പൊ ആദ്യം നമുക്ക് എന്തെടുത്തു, AHന്റെ ഡെഫിനിഷൻ എന്താന്ന് എഴുതണം. ലെഫ്റ്റ് കോസെറ്റിന്റെ ഡെഫിനിഷൻ എന്താ, AH such that H element of H. H വെച്ചിട്ടാണല്ലോ AHനെ ഉണ്ടാക്കണേ. അപ്പൊ നമുക്ക് എന്ത് പറയാം, കാർഡിനാലിറ്റി ഓഫ് AH ലെസ് ദാൻ ഓർ ഈക്വൽ ടു കാർഡിനാലിറ്റി ഓഫ് H. നമുക്ക് ആക്ച്വലി പ്രൂവ് ചെയ്യേണ്ട ലെസ് ദാൻ ഓർ ഈക്വൽ ടു അല്ല H തന്നെയാണ്. നമ്മൾ ലഗ്രാഞ്ച് തിയറത്തില് പ്രൂവ് ചെയ്ത അതേപോലെ തന്നെയാണ് ഇവിടെ പ്രൂവ് ചെയ്യാൻ പോണത്. നമ്മൾ എന്ത് പറയുന്നു, ഇങ്ങനെയാണെങ്കിൽ ഇഫ് AH ലെസ് ദാൻ കാർഡിനാലിറ്റി ഓഫ് H ആണെങ്കിൽ AHലുള്ളതും അല്ല Hലുള്ളതും AHൽ ഇല്ലാത്തതായ ആരൊക്കെ ഉണ്ട് എന്നല്ലേ പറയണത്. അപ്പൊ ഇവിടെ നമ്മൾ പറയുന്നത് ഇങ്ങനെയാണ്, there must be at least two distinct elements HI HJ element of H such that എന്താണ് ഇവിടെ ഉണ്ടാക്കുന്നത്, AHI equal to AHJ ആണ്. HIയും HJയും ഡിഫറെന്റ് ആണ്, പക്ഷെ കോസെറ്റുകൾ ഈക്വൽ ആയാലാണ് ഈ കാർഡിനാലിറ്റി ഓഫ് AH ലെസ് ദാൻ കാർഡിനാലിറ്റി ഓഫ് H എന്നുള്ള പോസിബിലിറ്റി ഉണ്ടാവുള്ളൂ. നമ്മൾ ഇത് തന്നെയാണ് ലഗ്രാഞ്ച് തിയറത്തിന്റെ പ്രൂഫിലും ഇങ്ങനെ പറയുന്നത്. അപ്പൊ നമുക്ക് അവിടെ എന്താ ചെയ്തത്, ബൈ ലെഫ്റ്റ് ട്രാൻസ്ലേഷനിലോ HI equal to HJ എന്ന് പറഞ്ഞു. അപ്പൊ അതെന്താ, ഇപ്പൊ നമുക്ക് എന്താ കിട്ടി, ഇതൊരിക്കലും പോസിബിൾ അല്ല, കാരണം HIയും HJയും ഒക്കെ ഡിസ്റ്റിന്റ് ആണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇവിടെ A പാർട്ടാണ്, therefore cardinality of AH equal to cardinality of H, ആദ്യത്തെ പ്രൂഫ്. ഇനി നമ്മൾ B തുടങ്ങാണ്, കോസെറ്റ് ആർ ഐഡന്റിക്കൽ ഓർ ഡിസ്ജോയിന്റ് എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. ഇതെല്ലാം ഒരു ടൈപ്പ് ഓഫ് കൺസ്ട്രക്റ്റീവ് പ്രൂഫ് എന്ന് പറയാം. നമ്മൾ അതിലേക്ക് എത്തിക്കുകയാണ് സംഭവങ്ങൾ. നമ്മൾ എന്ത് ചെയ്തു, AHും BH രണ്ട് കോസെറ്റുകളാണ്, അതിലുള്ള ഒരു എലമെന്റ് ആണ് H എലമെന്റ് ഓഫ് AH ഇന്റർസെക്ഷൻ BH. ഉറപ്പായിട്ട് ഒരു എലമെന്റ് ഉണ്ടെങ്കിൽ ഇവര് രണ്ടുപേരും ഈക്വൽ ആയിട്ട് നമുക്കിപ്പോ കിട്ടും. അപ്പൊ അത് കിട്ടാൻ വേണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്തു, ആദ്യം H അല്ലായിരുന്നു, C ആണ് നമ്മൾ എടുക്കണേ, C എലമെന്റ് ഓഫ് AH ഇന്റർസെക്ഷൻ BH എന്ന് എടുത്തു. ഇവിടെ നമുക്ക് എന്ത് കിട്ടി, C എലമെന്റ് ഓഫ് AH ആണ്, അതേപോലെ തന്നെ C എലമെന്റ് ഓഫ് BH ആണ്. അപ്പൊ ഇവിടുന്ന് നമുക്ക് പറയാം C ഈക്വൽ ടു AH1, അതുപോലെ തന്നെ C ഈക്വൽ ടു BH2, where H1 H2 എലമെന്റ് ഓഫ് H എന്ന് പറയാം. അപ്പൊ ഇതിന് നമുക്ക് എന്ത് എഴുതാം, AH1 ഈക്വൽ ടു BH2. ഞാൻ എന്ത് ചെയ്യുന്നു, H1 ഇൻവേഴ്സ് കൊണ്ട് റൈറ്റില് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ്. അപ്പൊ AH1 H1 ഇൻവേഴ്സ് ഈക്വൽ ടു BH2 H1 ഇൻവേഴ്സ് എന്ന് കിട്ടും. H1 into H1 ഇൻവേഴ്സ് നമുക്ക് എന്താ വരിക, ഐഡന്റിറ്റി ആണ് വരിക. സോ A ഈക്വൽ ടു BH2 H1 ഇൻവേഴ്സ് എന്ന് നമുക്ക് കിട്ടി. ഇത് നമ്മൾ എടുത്തു വെക്കുകയാണ്, ഇത് നമുക്ക് ഈ പ്രൂഫിൽ ആവശ്യമാണ്. ഇനി നമ്മളുടെ ടാർഗറ്റ്, ഈ ടാർഗറ്റിനെയാണ് ഞാൻ എന്ത് പറയണത്, ക്ലെയിം. അതായത് നമ്മളിപ്പോ പ്രൂവ് ചെയ്യാൻ പോണത് AH കണ്ടെയ്ൻഡ് ഇൻ BH എന്ന് എങ്ങനെയെങ്കിലും എത്തിക്കണം ഞാൻ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഉള്ള ഒരു എലമെന്റ് എവിടെ ഉണ്ടെന്ന് കട്ടിയാൽ മതി, BHൽ ഉണ്ടെന്ന് കട്ടിയാൽ മതി. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, H എലമെന്റ് ഓഫ് AH എന്ന് എടുത്തു. അപ്പൊ അങ്ങനെയാണെങ്കിൽ H ഈക്വൽ ടു AH, വേറെ H എലമെന്റ് ഓഫ് H എന്ന് നമുക്ക് പറയാം. നമ്മൾ ഓൾറെഡി എന്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, Aന് പകരം BH2 H ഇൻവേഴ്സ് എഴുതാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, അതുപോലെ തന്നെ എഴുതി BH2 H1 ഇൻവേഴ്സ് H. ഇതെല്ലാം Hലുള്ള ഒരു എലമെന്റ് അല്ലേ, H2 H1 ഇൻവേഴ്സ് H. അപ്പൊ ഇതെന്തായാലും എവിടെ ഉണ്ടാവും, ഇതെല്ലാം Hലുള്ള എലമെന്റ് ആണ്. അപ്പൊ നമുക്കിപ്പോ കിട്ടിയത് H ഈക്വൽ ടു B, Hലുള്ള ഏതോ ഒരു എലമെന്റ്, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ വിളിക്കാം,
H3 equal to H2 into H1 inverse H. B into H3 element of എന്ത് കിട്ടി? BH ലുള്ള element കിട്ടി. BH. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് വന്നു? AH ലുള്ള ഒരു എലമെന്റ് എവിടെ കിട്ടി? BH ൽ കിട്ടി. ഇതിപ്പോ ഞാൻ ഉണ്ടാക്കി വെച്ചതല്ലേ. ഇപ്പൊ നമ്മൾ ഇവിടെ H1 ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണ പകരം H2 ഇൻവേഴ്സ് കൊണ്ടാണ് ചെയ്തതെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? സിമിലർലി എന്ന് പറഞ്ഞിട്ട് എഴുതിയാൽ മതി. അപ്പൊ കുറെ എഴുതല് നിർത്താലോ. സിമിലർലി വി ക്യാൻ പ്രൂവ്. ഇതേപോലെ നമുക്ക് എന്ത് പ്രൂവ് ചെയ്യാം? BH contained in AH. ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ ഫ്രം കമ്പൈനിങ് 1 and 2 we get എന്ത് വരും? AH equal to BH. അങ്ങനെയാണെങ്കിൽ അതിന്റെ കാർഡിനാലിറ്റികളും ഈക്വൽ ആയല്ലേ പറ്റുള്ളൂ. ഇത് ഞാൻ പറയട്ടെ. ഇപ്പൊ ഇവിടെ നമ്മൾ H1 ഇൻവേഴ്സ് കൊണ്ട് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് ആവശ്യമായിരുന്നു ആ ഒരു എലമെന്റ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? H1 ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തത്. ഈ H1 ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണ പകരം H2 ഇൻവേഴ്സ് കൊണ്ട് ചെയ്യണതെങ്കിൽ നമുക്ക് രണ്ടാമത്തെ ഭാഗം കാണിക്കാൻ പറ്റും. അപ്പൊ അത് സെയിം ആയതുകൊണ്ടാണ് സിമിലർലി എന്ന് പറഞ്ഞിട്ട് അത് എഴുതിയത്. നമുക്ക് എക്സാമിന് വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. 5 മാർക്കിന് നല്ല എളുപ്പമുള്ള ക്വസ്റ്റ്യനും. ഫൈൻഡ് ഓൾ സബ് ഗ്രൂപ്പ് ഓഫ് Z12 ആൻഡ് എന്നിട്ട് AH equal to BH എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ ക്വസ്റ്റ്യനിലുള്ള കാര്യം കൂടി എഴുതി വെച്ചിട്ടോ. എന്നിട്ട് ലാസ്റ്റത്തെ ഈ എക്സാമിന്റെ ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫൈൻഡ് ഓൾ സബ് ഗ്രൂപ്പ് ഓഫ് Z12 ആൻഡ് ഐഡന്റിഫൈ ജനറേറ്റർ. Z12ന്റെ ജനറേറ്റർ അല്ല ചോദിക്കുന്നത്, സബ് ഗ്രൂപ്പിന്റെ ജനറേറ്റർ ആണ് ചോദിക്കുന്നത്. Z12ന്റെ ജനറേറ്റർ ചോദിച്ചാൽ നമുക്ക് ഈ ടേബിൾ വരച്ച് എഴുതേണ്ട വല്ല ആവശ്യമുണ്ടോ? നേരിട്ട് അങ്ങോട്ട് 12നായിട്ട് റിലേറ്റീവ്ലി പ്രായമായ ആൾക്കാരെ എടുത്ത് എഴുതി വെച്ചാൽ മതി. ഇനി സബ് ഗ്രൂപ്പ് ഫോം ചെയ്യാൻ പറഞ്ഞു നമ്മൾ എന്താ ചെയ്യണ്ടേ? അപ്പൊ ആദ്യം ഡിവൈസേഴ്സ് ഓഫ് Z12 എഴുതി. എനിക്ക് ഡിവൈസേഴ്സ് എത്ര ഉണ്ടെന്ന് അറിയാനുണ്ട്. ഷോർട്ട് കട്ട് ഉണ്ട്. 12നെ ഞാൻ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 4 into 3 നമുക്കറിയാം 12 ആണ്. 2 square into 3. ഇതിന്റെ പവേഴ്സ് നോക്കുക. 2ന്റെ പവർ 2, 3ന്റെ പവർ 1. അപ്പൊ 2 plus 1 നമുക്ക് എന്ത് വരും? 3 into 1 plus 1. അതിന്റെ പവേഴ്സ് ഒന്ന് കൂട്ടുക, ഇൻറ്റു ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 3 into 6. സോ 6 ഡിവൈസേഴ്സ് ഉണ്ടാവും. ഇതെന്തിനാ ഇപ്പൊ ഇതിങ്ങനെ കണ്ടുപിടിച്ചാൽ നമ്മളിങ്ങനെ എഴുതി പോണ സമയത്ത് എന്തെങ്കിലും ഒന്നും മിസ്സായി കഴിഞ്ഞാൽ ഒരു സബ് ഗ്രൂപ്പിനെ കിട്ടില്ല. അപ്പൊ നമ്മുടെ മാർക്ക് പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ഇങ്ങനെ ഒന്ന് ചെക്ക് ചെയ്ത് വെച്ചത്. അപ്പൊ വേറെ ഏതെങ്കിലും നമ്പർ പറയാച്ച ഇപ്പൊ 20 പറഞ്ഞാൽ നമുക്ക് 4 into 5, 2 square into 5. വെറുതെ പറഞ്ഞത് കേട്ടോ. ഒരു എക്സാമ്പിളും കൂടി കാട്ടിയതാണ്. അപ്പൊ 2ന്റെ ഒരു പവർ കൂട്ടി കഴിഞ്ഞാൽ 3. നമുക്ക് 20 മാറ്റിയിട്ട് ഇവിടെ എന്താക്കുക? ഒരു 5 ക്യൂബ് വേണ്ട, 5 സ്ക്വയർ. 5 സ്ക്വയർ വെച്ചാൽ എന്താണ്? 25. 25 into 4 എന്ന് പറഞ്ഞാൽ 100. 100നെയാണ് നമ്മൾ ചെയ്യണമെങ്കിൽ നമ്മൾ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ 2 square into 5 square എന്നാ കിട്ടുക. അപ്പൊ ഇതിന്റെ പവറിൽ ഒന്ന് കൂട്ടി എന്ന് പറഞ്ഞാൽ 3 into ഇതിന്റെ പവർ ഒന്ന് കൂട്ടുമ്പോൾ 3 equal to 9 ഡിവൈസേഴ്സ് ആണ് അവിടെ വരുന്നത്. അങ്ങനെയാണ് നമ്മൾ ഡിവൈസേഴ്സിനെ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഡിവൈസേഴ്സ് കണ്ടുപിടിക്കാൻ പല ക്വസ്റ്റ്യൻ, അതായത് മൊഡ്യൂൾ 1-ലൊക്കെ നമ്മൾ അത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഡിവൈസേഴ്സ് ഒക്കെ അങ്ങോട്ട് നിരത്തി പിടിച്ച് എഴുതി. 1 2 3 4 6 12. ഇത് എഴുതുമ്പോൾ എപ്പോഴും എന്ത് ചെയ്യാച്ച? ആദ്യം 1 എഴുതി, പിന്നെ നമുക്ക് 2 ഡിവൈഡ് ചെയ്യേണ്ടതെന്ന് അറിയുന്നു, 3 എഴുതി. പിന്നെ എളുപ്പമാണ്, 4 ഉണ്ട്, 5 ഇല്ല. പിന്നെ ഞാൻ ഇവിടുന്നാണ് മിക്കപ്പോഴും എഴുതാറ്. ഇതിപ്പോ കുഞ്ഞിതായതുകൊണ്ട് കുഴപ്പമില്ല. 24 ഒക്കെ ചോദിച്ചൂടെ ഇതുപോലെ. അപ്പൊ 12 പിന്നെ നമുക്ക് ബാക്കിയുള്ളതിനെ എങ്ങനെ കാണാം? 12/1 ഉണ്ടോ നോക്കുക, 12/2 6 ഉണ്ടോ നോക്കുക, 12/3 4 അതുണ്ടോ നോക്കാം. നമുക്ക് ആകെ 6 ഇതിൽ കിട്ടുള്ളൂ. ആ 6 ആൾക്കാരെ കിട്ടി. ഡിവൈസേഴ്സിനൊക്കെ ഞാൻ ഇവിടെ നിരത്തി പിടിച്ച് എഴുതി. 1 2 3 4 6. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ എന്ത് ചെയ്യണം? ഡിവൈസേഴ്സ് തന്നെയാണ് എന്തായിട്ട് വരിക? അവരുടെ ഓർഡർ ആയിട്ട് നമുക്ക് കിട്ടുക. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യും? 1 ഓർഡറിലുള്ളത്, 2 ഓർഡറിലുള്ള എലമെന്റ്, 3 ഓർഡറിലുള്ള എലമെന്റ്, 4 ഓർഡറിലുള്ള എലമെന്റ്, 6 ഓർഡറിലുള്ള എലമെന്റ് നമ്മൾ ജനറേറ്റ് ചെയ്യും. അപ്പൊ 1 ഓർഡറിലുള്ളത് ഐഡന്റിറ്റി എലമെന്റ് ആണ്. നമുക്കറിയാം ഓർഡർ. ഇത് പല പ്രൂഫിനെ യൂസ് ചെയ്തിട്ടുണ്ട്. ഐഡന്റിറ്റിക്ക് മാത്രമാണ് 1 ഓർഡർ നമുക്ക് കിട്ടുക. അപ്പൊ അത് 0 ആണ് ജനറേറ്റ് ചെയ്യുന്നത്. അടുത്ത എനിക്ക് 2 ഓർഡറിലുള്ള എലമെന്റ്സിന് എഴുതണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നത് 12/2 ചെയ്ത് കഴിഞ്ഞാൽ 6 ആണല്ലോ. അപ്പൊ 6 ആണ് അതിന്റെ ജനറേറ്റർ. 6 എഴുതി. 6 + 6 നമുക്ക് എന്ത് കിട്ടും? 12 കിട്ടും. Z12 12 ആരാ? 0 ആണ്. അപ്പൊ ഇത് കിട്ടി. അടുത്ത നമുക്ക് എന്തുള്ളത്?
ഓർഡർ 3 ആണ്. അപ്പൊ 12/3 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? 4 വരും. ഇനി 4 ആഡ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് എന്ത് വരും? 4, 8, 12. 12 എന്ന് കണ്ടു കഴിഞ്ഞാൽ 0 എന്നപ്പം എഴുതി. അപ്പൊ 3 ഓർഡറിലുള്ള സബ് ഗ്രൂപ്പിന് നമ്മൾ ഉണ്ടാക്കി. അടുത്ത നമുക്ക് ജനറേറ്റർ എന്ത് വന്നു? 3. അതായത് 12/4 എന്ന് പറഞ്ഞ ജനറേറ്റർ 3. 3 ആഡ് ചെയ്തിട്ട് എഴുതി. 3, 6, 9, 0. അടുത്ത നമ്മുടെ ജനറേറ്റർ എന്ന് പറയുന്നത് ആരാണ്? 12 ആണ്. അപ്പൊ 12/2 ഏതാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? 2, 4, 6, 8, 10, 0 എന്ന് കിട്ടും. അങ്ങനെയാണ് നമ്മുടെ സബ് ഗ്രൂപ്പും ജനറേറ്റേഴ്സും. അപ്പൊ ഈ മൊഡ്യൂളിൽ അവസാനിച്ചു.